മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ ഒന്നാണ് വെള്ളം. നമ്മൾ ദിവസവും കുടിക്കുന്നതും പാചകത്തിനും ശുചിത്വത്തിനും ഉപയോഗിക്കുന്നതും വെള്ളമാണ്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം: നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ശരിക്കും ശുദ്ധമാണോ? ഇന്ന് മിക്ക വീടുകളിലും വാട്ടർ ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്ന കാലമാണ്. അപ്പാർട്ട്മെന്റുകളിലും ഹൗസിംഗ് കോളനികളിലും ലഭിക്കുന്ന വെള്ളം പല സ്രോതസ്സുകളിൽ നിന്നാണ്. മുനിസിപ്പൽ സപ്ലൈ, കുഴൽക്കിണർ, ടാങ്കർ വെള്ളം എന്നിവ. ഈ വെള്ളങ്ങളിൽ പലപ്പോഴും ക്ലോറിൻ, സോഡിയം, മഗ്നീഷ്യം പോലുള്ള ധാതുക്കളുടെ അളവ് കൂടുതലായിരിക്കും. ഇത് വെള്ളത്തിന്റെ രുചിയിലും ഗുണനിലവാരത്തിലും മാറ്റങ്ങൾ വരുത്താം. അതുകൊണ്ടാണ് പലരും ആശ്രയിക്കുന്നത് വാട്ടർ ഫിൽറ്ററുകളെയും പ്യൂരിഫയറുകളെയും. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യമാണ്: നിങ്ങളുടെ വാട്ടർ ഫിൽറ്റർ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ? ഇത് അറിയാൻ ചില ലളിതമായ മാർഗങ്ങളുണ്ട്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിന്റെ രുചിയും മണവും. ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളത്തിന് അസാധാരണമായ രുചിയോ മണവോ ഉണ്ടെങ്കിൽ അത് ഒരു മുന്നറിയിപ്പാണ്. വെള്ളം തെളിഞ്ഞതും സ്വാഭാവിക രുചിയുള്ളതുമാണെങ്കിൽ ഫിൽറ്റർ ശരിയായി പ്രവർത്തിക്കുന്നു എന്ന് കരുതാം. എന്നാൽ ക്ലോറിൻ രുചി, അരുചി അല്ലെങ്കിൽ നിറവ്യത്യാസം ഉണ്ടെങ്കിൽ ഫിൽറ്ററിന്റെ കാര്യക്ഷമത കുറഞ്ഞിരിക്കാം. അടുത്തത് ടിഡിസ് പരിശോധന. ടിഡിസ് എന്നത് ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് ആണ്. വെള്ളത്തിലെ ധാതുക്കളുടെ അളവ് ഇത് കാണിക്കുന്നു. ഒരു ടിഡിസ് മീറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ പരിശോധിക്കാം. ആരോഗ്യകരമായ കുടിവെള്ളത്തിനുള്ള ടിഡിസ് നില 50 മുതൽ 150 ppm വരെ ആയിരിക്കും. ചില സാഹചര്യങ്ങളിൽ ഇത് 300 ppm വരെ ആയാലും പ്രശ്നമില്ല. എന്നാൽ അതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഫിൽറ്റർ സർവീസ് ചെയ്യുകയോ മാറ്റുകയോ ചെയ്യേണ്ടതാണ്. മൂന്നാമത്, വെള്ളത്തിന്റെ ഒഴുക്ക്. ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ അളവ് കുറയുന്നുണ്ടോ? അങ്ങനെ ആണെങ്കിൽ ഫിൽറ്ററിൽ തടസ്സം ഉണ്ടായിരിക്കാം. ഇത് അവഗണിക്കാതെ വേഗത്തിൽ സർവീസ് ചെയ്യേണ്ടതാണ്. നാലാമത്, ഇൻഡിക്കേറ്റർ ലൈറ്റുകളും നോട്ടിഫിക്കേഷനുകളും. ഇന്ന് ലഭ്യമായ മിക്ക ഫിൽറ്ററുകളിലും ഡിജിറ്റൽ ഡിസ്പ്ലേയും ഇൻഡിക്കേറ്റർ ലൈറ്റുകളും ഉണ്ടാകും. ചിലത് മൊബൈൽ ആപ്പ് വഴി പോലും അറിയിപ്പുകൾ നൽകും. ഈ മുന്നറിയിപ്പുകൾ ഒരിക്കലും അവഗണിക്കരുത്. കാരണം അത് ഫിൽറ്ററിന്റെ ആരോഗ്യാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്, ലീക്കുകൾ പരിശോധിക്കുക. ഫിൽറ്ററിൽ നിന്ന് വെള്ളം ചോർന്നു പോകുന്നുണ്ടോ? അത് യന്ത്രം കേടാകുന്ന സൂചനയായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ ഉടൻ തന്നെ സർവീസ് ചെയ്യണം. അവസാനമായി ഒരു പ്രധാന നിർദ്ദേശം: ഓരോ 2 മാസത്തിലൊരിക്കൽ ഫിൽറ്റർ സർവീസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് ഫിൽറ്ററിന്റെ ആയുസ് വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യും. ഒടുവിൽ, നമ്മൾ ശുദ്ധമാണെന്ന് കരുതി കുടിക്കുന്ന വെള്ളം ചിലപ്പോൾ